Good morning, my dear students. Our last chapter, കേട്ടോ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. +1 +2 പാർട്ട്ണർഷിപ്പ് പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടൻസിയിൽ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉള്ള ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും കുഴപ്പം വരില്ല. ഈ ചാപ്റ്റർ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് ശരിക്കും ആദ്യമായിട്ട് പാർട്ട്ണർഷിപ്പ് വന്നത്. രണ്ടുപേര് കൂടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോൺട്രാക്റ്റിൽ വരുന്നത്. പിന്നെ ബിസിനസ് ഒക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്തു. കൊമേഴ്സ് വളരെയധികം ഡെവലപ്പ് ചെയ്തപ്പോൾ അതിന്റെ പ്രൊവിഷൻസ് 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പാസ് ചെയ്തത്. അതുവരെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അങ്ങനെ ബിസിനസ് ഒക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്തു. ഇക്കോണമി വളരെയധികം ഡെവലപ്പ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ കുറേ ഓൾട്രേഷൻസ് വരുത്തിയിട്ടുണ്ട്. കുറെ ചേഞ്ചസ്, അതായത് ലയബിലിറ്റിയിൽ ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ അവര് വരുമ്പോ ജോയിൻ ചെയ്യുമ്പോൾ അവര് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവർക്ക് ആരെങ്കിലും ഡെത്ത് സംഭവിച്ചു, അതുപോലെ തന്നെ ആ പാർട്ട്ണർഷിപ്പ് ഫേം തന്നെ ഡിസോൾവ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കുറേ ചേഞ്ചസ് ഏതിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ആ ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നിട്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഓയിങ് ടു ഫ്ലെക്സിബിലിറ്റി ഓഫ് ഇറ്റ് ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ. പാർട്ട്ണർഷിപ്പ് ആക്ടില് ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ വരുന്നതിന്, അതിന്റെ ഓപ്പറേഷനിലെ സ്ട്രക്ചറിലൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് LLP, ദാറ്റ് മീൻസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് എല്ലാ ഒരു സ്മോൾ എന്റർപ്രൈസസിന് സ്യൂട്ടബിൾ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് നിലവിൽ വന്നത്. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 അനുസരിച്ച് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് മീൻസ് എ പാർട്ട്ണർഷിപ്പ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് 2000 അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതെല്ലാതും ഇതിൽ വരുന്നതായിരിക്കും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കറിയില്ലേ എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി, എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി? ലയബിലിറ്റി ആർ 2 ടൈപ്സ്, ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ്. എന്താണ് അങ്ങനെ പറഞ്ഞ? അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ രണ്ടുപേരും ഒരു ബിസിനസ് ചെയ്യുന്നു, ഒരാൾ കാര്യമായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നു, വേറെ ആളൊന്നും ചെയ്തിട്ടില്ല, അയാൾക്ക് കുറെ ലയബിലിറ്റി വന്നു. അയാളുടെ ലയബിലിറ്റി നമ്മളുടെ ബിസിനസ്സിൽ ലിമിറ്റഡ് ആണെങ്കിലും അൺലിമിറ്റഡ് ആണെങ്കിലും എന്താ പ്രത്യേകത? അൺലിമിറ്റഡ് ആണെങ്കിൽ അയാളുടെ ലയബിലിറ്റി മുഴുവൻ മറ്റേ പാർട്ട്നേഴ്സ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിലോ എത്ര എമൗണ്ട് ആണോ പറഞ്ഞിട്ടുള്ളത്, ലയബിലിറ്റി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ 1 lakh ആണ്, 2 lakh ആണെങ്കിൽ അത് മാത്രം ഏറ്റെടുത്താൽ മതി. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ ലയബിലിറ്റി ഉണ്ടെങ്കിലും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അൺലിമിറ്റഡ് ലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കൂടി എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ സമ്പാദിച്ചതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ലയബിലിറ്റി ഏത് ലയബിലിറ്റി ആക്കേണ്ടതായിട്ട് വന്നത്? സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ന്യൂലി ആയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നമ്മളുടെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് പേഴ്സണൽ അസറ്റ്സ് മാത്രം എത്രയാണോ അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ മാത്രമേ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ 2-3 വ്യക്തികൾ തമ്മിൽ അവർ അഗ്രി ചെയ്യുന്നു ഒരു ബിസിനസ് ചെയ്യാമെന്ന്. അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകും, ആ പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് വീതിച്ചെടുക്കാം എന്നൊക്കെ അവർ തമ്മിൽ ഒരു അഗ്രിമെന്റിൽ എത്തുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അതിനെ പറ്റി പറയുന്നുണ്ട്. അതനുസരിച്ച് 3 എലമെന്റ്സ് ആണ് വരുന്നത്. ദർ മസ്റ്റ് ബി ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ഓൾ പേഴ്സൺസ് കൺസേൺഡ്. ആ പാർട്ട്ണർഷിപ്പിൽ ഏതൊക്കെ വ്യക്തികളാണോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അവരെല്ലാവരും കൂടിയിട്ട് ഒരു അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇറ്റ് മസ്റ്റ് ബി ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. എന്തായിരിക്കും അവർ അഗ്രിമെന്റിൽ എത്തുന്നത്? ഇപ്പൊ ബൈഡൻ US പ്രസിഡന്റ് ആയി, കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയി, ആ കാര്യമാണോ അവർ അഗ്രിമെന്റിൽ എത്തുന്നത്?
എത്തുന്നത്? ആ കാര്യമേ അവർ അഗ്രിമെന്റിൽ എത്തുന്നേ ഇല്ല. അവർക്ക് ബിസിനസിന്റെ കാര്യങ്ങൾ അഗ്രിമെന്റിൽ എത്തിയാൽ മതി. ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ അത് എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളതാണ് അവർ അഗ്രി ചെയ്യുന്നത്, അഗ്രിമെന്റിൽ എത്തുന്നത്. ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദി പേഴ്സൺസ് കൺസേൺഡ് ആക്ടിംഗ് ഫോർ ഓൾ. എല്ലാവരും കൂടി ചിലപ്പോൾ ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ബിസിനസ് ചെയ്യും. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എനിവേ, നെക്സ്റ്റ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് LLP. LLP മീൻസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഈസ് എ ബോഡി കോർപ്പറേറ്റ്. അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതോടൊപ്പം തന്നെ അതിന് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. എന്താണ് ലീഗൽ എൻറ്റിറ്റി? നമ്മൾ കമ്പനിയുടെ ഫീച്ചേഴ്സിലൊക്കെ പറയുന്നുണ്ട് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണ് ഒരു പേഴ്സൺ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടോ അതൊക്കെ എൻജോയ് ചെയ്ത്. അങ്ങനെയാണ് ഫസ്റ്റത്തെ ഫീച്ചേഴ്സ്. രണ്ടാമത്തത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഷാൽ ഹാവ് എ പെർപെച്വൽ സക്സഷൻ. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കമ്പനിക്ക് ഒരു പെർപെച്വൽ സക്സഷൻ ഉണ്ട്. അത് കമ്പനി ഫോം ചെയ്തവരും കമ്പനിയിൽ ജോലി ചെയ്തവരും ഒക്കെ മരിച്ചു പോയാലും ഒരു കുഴപ്പം കമ്പനിക്ക് സംഭവിക്കുന്നില്ല. കമ്പനി അവിടെ നിലനിന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ നൂറ്റാണ്ടുകളോളം സക്സഷനായി പോയിക്കൊണ്ടേയിരിക്കും. അതാണ് പെർപെച്വൽ സക്സഷൻ. എനി ഇൻഡിവിജ്വൽ ഓർ ബോഡി കോർപ്പറേറ്റ് മേ ബി എ പാർട്ട്ണർ ഇൻ എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണർക്ക്, ഒരു വ്യക്തിക്ക് പാർട്ട്ണർ ആകാം, ഒരു കോർപ്പറേറ്റ് ബോഡിക്ക് പാർട്ട്ണർ ആകാം, ആർക്ക് വേണമെങ്കിലും പാർട്ട്ണർ ആകാം. 2 or more persons can form it or for any lawful business. രണ്ടോ അതിലധികമോ വ്യക്തികൾക്ക് പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് സൈൻ ചെയ്ത് അവരൊരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യുന്നു. ഇറ്റ്സ് എ പാർട്ട്നേഴ്സ് ക്യാൻ ഡിഫൈൻ ദയർ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അവർ എഗ്രിമെന്റിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് ഓരോ പാർട്ട്നേഴ്സിന്റെയും റൈറ്റ്സ്, എന്തൊക്കെയാണ് ഓരോ പാർട്ട്നേഴ്സിന്റെയും ഒബ്ലിഗേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പ് ഫേം വുഡ് ബി ലൈബിൾ ടു ദ ഫുൾ എക്സ്റ്റെന്റ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ്. പാർട്ട്ണർഷിപ്പ് ഫേം എത്രയാണോ ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് അസറ്റ്സ് ഉള്ളത് അതിനൊക്കെ ലയബിലിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. എവരി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഹാവ് ടു ഹാവ് ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് 2 ഇൻഡിവിജ്വൽസ്. ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ചെയ്യൽ നിർത്തി. എന്താ വെച്ചാൽ ടീച്ചർക്ക് നേരം ഉണ്ടായില്ല. അതുകൊണ്ട് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടാണ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബുക്കിലത്തെ അതേ തന്നെയാണ് കേട്ടോ. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന് ആനുവൽ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇൻ കേസ് ഓഫ് നീഡ് സെൻട്രൽ ഗവൺമെന്റ് മേ അപ്പോയിന്റ് ഇൻസ്പെക്ടേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നതായിരിക്കും? ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രൊവിഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ഫോർ കോംപ്രമൈസ് ഓർ അറേഞ്ച്മെന്റ് ഇൻക്ലൂഡിംഗ് അമാൽഗമേഷൻ. അമാൽഗമേഷനൊക്കെ പ്രൊവിഷൻസ് ഒക്കെ നോക്കേണ്ടതാണ്. എ ഫേം, പ്രൈവറ്റ് കമ്പനി ഓർ അൺ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഈസ് ടു ബി അലൗഡ് ടു കൺവേർട്ട് ഇൻ ടു LLP. ഇങ്ങനെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്കോ എന്തായിരിക്കും മാറ്റാനായിട്ട് സാധിക്കും? LLPയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ LLP വൈൻഡ് അപ്പ് ചെയ്യാം വളണ്ടറി ആയിട്ട് ഓർ ബൈ ട്രിബ്യൂണൽ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് അനുസരിച്ച്, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്തിട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ അപ്ലൈ ഫോർ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് ടു സച്ച് പാർട്ട്ണർഷിപ്സ്. സെൻട്രൽ ഗവൺമെന്റ് ഇതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തായിരിക്കും. ഇനി എന്താണ് പാർട്ട്ണർഷിപ്പും എന്താണ് കമ്പനിയും? നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് കമ്പനി, എന്താണ് പാർട്ട്ണർഷിപ്പും? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കി 2 or more പേഴ്സൺസ് ഒരു ബിസിനസ് ചെയ്യുന്നതാണ്. കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഒക്കെ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഷെയർസ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അതിൽ കുറേ പേരുണ്ടായിരിക്കുന്നതായിട്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പും കമ്പനിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 or more പേഴ്സൺസ് അവർ അഗ്രി ചെയ്യുന്നു. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസസ് എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാമെന്ന് അവർ അഗ്രി ചെയ്യുന്നു. പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള പാർട്ട്നേഴ്സിനെ പറയുന്നതാണ്, മെമ്പേഴ്സിനെ പറയുന്നതാണ് പാർട്ട്നേഴ്സ് എന്നുള്ളത്. There are different types of partners such as active partner ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ഉണ്ട്, നോമിനൽ പാർട്ട്ണർ ഉണ്ട്, മൈനർ പാർട്ട്ണർ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവര് എല്ലാവരും കൂടി അഗ്രി ചെയ്യുന്നത്. കമ്പനി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് 2 or more പേഴ്സൺസ് വിച്ച് ഈസ് ഫോംഡ് ഫോർ ഡൂയിങ് എ ബിസിനസ് കളക്റ്റീവ്ലി. 2 or more പേഴ്സൺസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ബിസിനസ് ഡൺ ചെയ്യുന്നത് കളക്റ്റീവ് ആയിട്ടായിരിക്കും. കമ്പനീസില് രജിസ്ട്രാറുടെ കീഴിലായിരിക്കും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക. പലതരത്തിലുള്ള കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി
ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കമ്പനിക്കുള്ള സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, കോമൺ സീൽ ഉണ്ടായിരിക്കും, ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പും കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം? പാർട്ട്ണർഷിപ്പിലുള്ള മെമ്പേഴ്സിനെ പറയുന്നതാണ് പാർട്ട്നേഴ്സ്, കമ്പനിയിലെ മെമ്പേഴ്സിനെ പറയുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ്. പാർട്ട്ണർഷിപ്പിന്റെ ബിസിനസ് ഒക്കെ നോക്കുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. കമ്പനീസിന്റെ ബിസിനസ് ഒക്കെ നോക്കുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചാണ്. പാർട്ട്ണർഷിപ്പ് ഫേം 2 പാർട്ട്നേഴ്സ് മിനിമം ഉണ്ടായിരിക്കും, മാക്സിമം 20 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. കമ്പനിക്ക് മിനിമം 2 പേഴ്സൺസ് ഉണ്ടായിരിക്കും, മാക്സിമം 200 ആണ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 7, മാക്സിമം അൺലിമിറ്റഡ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് കോൺട്രാക്ട് ആണ് ഇൻ ബിറ്റ്വീൻ 2 ഓർ മോർ പാർട്ട്നേഴ്സ്. കമ്പനി എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് റെഗുലേറ്റഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് എ ഫേംസ് ആയിരിക്കും. കമ്പനി റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനീസിന്റെ രജിസ്ട്രാർ ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരു കമ്പനി എപ്പോഴും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും വരുന്നത്, സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. അതായത് അതാണ് അല്ലോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വരാനുള്ള കാരണം. ഷെയർ ഹോൾഡേഴ്സും പ്രൊമോട്ടേഴ്സും ഒന്നും ഒരു തരത്തിലുള്ള ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് അല്ലാതെ നമുക്ക് നോക്കേണ്ടതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നത് പോലെ കമ്പനി എന്ത് ചെയ്യേണ്ടതാണ്? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ CA ചാർട്ടേഡ് അക്കൗണ്ട്സിനെ കൊണ്ട് കമ്പൽസറി ആയിട്ട് ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിന് പ്രത്യേകിച്ച് ഒരു കോമൺ സീൽ ഒന്നും ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് ഒരു കമ്പനിക്ക് മസ്റ്റ് ആയിട്ട് സൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ മാനേജ്മെന്റ് വർക്കിംഗ് ഒക്കെ നടക്കുന്നത്, മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നത് പാർട്ട്നേഴ്സ് തന്നെയായിരിക്കും. കമ്പനിയുടെ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ നെയിം നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഈസിലി ആയിട്ട് മാറ്റാം. പക്ഷെ കമ്പനിയുടെ പേര് അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പാർട്ട്ണർഷിപ്പും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസസ്. നേച്ചർ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.